നിർബന്ധിച്ച് മതം മാറ്റി വിവാഹ പങ്കാളിയാക്കുന്നതിനെ എതിർക്കുന്നതായി ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി വ്യക്തമാക്കി. ലവ് ജിഹാദിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കുകയാണ് സമിതി നേതൃത്വം ഇക്കാര്യം വ്യക്തമാക്കിയത്. ബംഗളൂരുവിലെ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിലാണ് ഇന്ത്യൻ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് 34ാമത് പ്ലീനറി സമ്മേളനത്തിന് തുടക്കമായത്. 19-ാം തീയതി വരെ നടക്കുന്ന സമ്മേളനത്തിന്റെ പ്രമേയം സംവാദം സത്യത്തിലേക്കും ദാനത്തിലേക്കുമുള്ള പാത എന്നാണ്. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ലവ് ജിഹാദ് സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കവെയാണ് സമിതി വൈസ് പ്രസിഡന്റ് ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്തിയോസ് നിർബന്ധിച്ച് മതപരിവർത്തനത്തിലൂടെ വിവാഹം ചെയ്യുന്നത് ശരിയല്ലെന്ന് വ്യക്തമാക്കിയത്. is not permitted. It is with the freedom. You see, a lot of marriages are taking place. People with other faith. That is with the freedom. It should not be under compulsion. That's what I say. പൗരത്വ ഭേദഗതി വിഷയത്തിൽ ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണുള്ളതെന്ന് മുംബൈ ആർച്ച് ബിഷപ്പും CBCI പ്രസിഡന്റുമായ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് വ്യക്തമാക്കി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം വേഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കർദിനാൾ വ്യക്തമാക്കി. Spoken to the Prime Minister on a couple of occasions. My last meeting, I spoke to him specifically about the Pope's. The Pope is, I can say, the Pope has indicated that he is interested. He would like to come to meet the Indian people, and the Prime Minister has said yes to that he would like. But we've got to get. So lots of protocol has got to be done. The Prime Minister told me that we're searching a slot. So I want to tell you that because lots of preparatory work has got to be done, and I'm personally hopeful, as Mr. Modi has indicated. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പ്ലീനറി സമ്മേളനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 200-ലേറെ ബിഷപ്പുമാരും ഭാരവാഹികളും പങ്കെടുക്കുന്നുണ്ട്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, ബംഗളൂരു.